നെറ്റ് എക്സാം ഒരു വട്ടെങ്കിലും അറ്റൻഡ് ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിലവിൽ നമ്മുടെ പേപ്പർ വണ്ണിൽ മെജോറിറ്റി ക്വസ്റ്റ്യൻസും വരാനുള്ളൊരു പാറ്റേൺ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ടൈപ്സ് ആയിട്ടാണ്. അസേർഷൻ റീസണിങ് എന്നൊക്കെ പറയും. ഈ ഒരു മോഡലായിട്ടാണ് നിലവിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മുടെ പേപ്പർ വണ്ണിന്റെ ഭാഗത്ത് നിന്ന് വരാറ്. ആൻഡ് മെജോറിറ്റി ആൾക്കാരും ഈ വരുന്ന ക്വസ്റ്റ്യൻസ് തെറ്റിക്കാറുണ്ട്. എന്തുകൊണ്ടാവും ആൾക്കാർ ഇത്രയും ഈ ക്വസ്റ്റ്യൻ തെറ്റിക്കാൻ കാരണം? സോ ഈ വക കാര്യങ്ങളാണ് നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നെറ്റഡ് എന്ന് പറയുന്ന നെറ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചാനലാണിത്. സോ നമ്മൾ ഈ ഒരു ചാനലിലൂടെ പേപ്പർ വണ്ണിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഹൈ ക്വാളിറ്റി കണ്ടൻസ് ആണ് പ്രൊവൈഡ് ചെയ്യാറ്. സോ അധികം സമയമൊന്നും കളയുന്നില്ല, നേരെ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് എടുക്കാം അല്ലേ. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നത്. ഒരു ക്വസ്റ്റ്യൻ എത്ര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണെങ്കിലും എങ്ങനെ അത് സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് കാണാത്തവർക്കായിട്ട് ഐ ബട്ടണിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻസ്, അതായത് സ്റ്റേറ്റ്മെന്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കംപ്ലീറ്റ് ഡീറ്റെയിൽ നമ്മൾ മനസ്സിലാക്കും. ആൻഡ് അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ടഫായിട്ട് ക്വസ്റ്റ്യൻ വന്നാലും നമുക്കത് ടഫാവില്ല, നമ്മൾ സിമ്പിളായിട്ട് ആൻസർ ചെയ്യും. സോ തുടങ്ങാം. ആദ്യം കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ. കാറ്റഗറി മീൻസ് എന്താ? ടൈപ്സ് ആക്കുക എന്നുള്ളതാണ് കാറ്റഗറിയിൽ വരുന്നുള്ളൂ കേട്ടോ. പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി നമുക്ക് പറയാം എന്താണ്? ഒരു സ്റ്റേറ്റ്മെന്റ്, അത്രയേ ഉള്ളൂ. കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രപ്പോസിഷൻ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്മെന്റ്. എല്ലാ എന്താണ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പോൾ എന്താ പറയുക? കാറ്റ് ഹാസ് ടെയിൽ. കാറ്റ് ഹാസ് ടെയിൽ. പൂച്ചയ്ക്ക് വാലുണ്ട്. എന്താണ്? സ്റ്റേറ്റ്മെന്റ് ആണ്. അല്ലെങ്കിൽ ഇപ്പോൾ കാർ ഹാസ് ടയർ. കാറിന് ടയർ ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ ടയർ ഈസ് മെയ്ഡ് ഫ്രം റബ്ബർ. ടയർ റബ്ബർ എന്നാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇതൊക്കെ എന്താണ്? സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ആൻഡ് നമുക്ക് ഇന്ത്യൻ ലോജിക്കിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻസ് അഥവാ ഈ സ്റ്റേറ്റ്മെന്റ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഈ പ്രപ്പോസിഷൻസിനെ ക്ലാസിഫൈ ചെയ്യുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, അല്ലെങ്കിൽ കാറ്റഗറീസ് ആക്കുകൊണ്ടാണ് എന്ത് പറയുന്നത്? കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് കേട്ടോ. സോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 4 കാറ്റഗറീസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓള്, നോ, സം, സം നോട്ട്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടെ കാണുക കേട്ടോ. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. വെറുതെ പറയല്ല, പേപ്പർ വണ്ണിൽ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ അറിഞ്ഞു വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. സോ നിങ്ങൾ ജസ്റ്റ് കടന്നിട്ടൊന്ന് വീഡിയോ കാണാൻ നിൽക്കരുത്. ജസ്റ്റ് ഒരു നോട്ടും പെന്നും പേപ്പറൊക്കെ റെഡി ആക്കിയിട്ട് ഈ വീഡിയോ തുടർന്ന് കാണും. ഓക്കെ അല്ലേ? അതിനിടയിൽ കൂടെ ജസ്റ്റ് ആ ലൈക്ക് ബട്ടൺ കൂടി അമർത്തിക്കോട്ടോ. കാരണം വളരെ സപ്പോർട്ടാണ് എല്ലാം. ഓക്കെ, സോ 4 കാറ്റഗറീസ് ആക്കി നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓള്, നോ, സമ്മ്, സം നോട്ട്. നമുക്ക് പറയാൻ എളുപ്പത്തിന് നമ്മൾ എന്ത് ചെയ്യും? എ, ഇ, ഐ, ഒ എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് വോവൽസിന്റെ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനെ ഷോർട്ട് ആക്കി വെച്ചിട്ടുണ്ട്. സോ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കോളാം, ഓളിനെയാണ്. ഇ എന്ന് പറഞ്ഞാൽ നോ ആണ്. ഐ എന്ന് പറഞ്ഞാൽ സം ആണ്. ഒ എന്ന് പറഞ്ഞാൽ സം നോട്ടാണ്. ഈ നമുക്ക് കാര്യങ്ങളും കൂടുതൽ മനസ്സിലിരുന്നോട്ടെ. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എഗെയിൻ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിനെ ഒരു ചിത്രം പോലെ വരച്ചാൽ അല്ലേ നമുക്ക് വേഗം മനസ്സിലാവും. ഓള്, നോ, സമ്മ്, സം നോട്ട്. അതായത് എ, ഇ, ഐ, ഒ 4 ക്ലാസിഫിക്കേഷൻ അല്ലേ. ഇതിൽ ഓളിനെയും നോയിനെയും നമ്മൾ യൂണിവേഴ്സൽ എന്ന് പറയും. ഓളും നോവും എന്താണ്? യൂണിവേഴ്സലാണ്. എന്തുകൊണ്ടാ? ഓൾ എന്ന് പറയുമ്പോഴും എല്ലാം അതിൽ ഉൾപ്പെട്ടു, നോ എന്ന് പറയുമ്പോഴും എല്ലാം അതിൽ ഉൾപ്പെട്ടു അല്ലേ. ഓൾ ടൈഗേഴ്സ് ആർ എനിമൽസ്. എല്ലാ ടൈഗേഴ്സും എനിമൽസ് ആണ്. അപ്പം എല്ലാ ടൈഗറും ഉൾപ്പെട്ടു. ആ ടൈഗറിൽ നിന്ന് എല്ലാം വന്നു. സോ യൂണിവേഴ്സലായി. നോ ടൈഗേഴ്സ് ആർ എനിമൽസ്. ഒരു ടൈഗറും എനിമൽ അല്ല. അപ്പോഴും എന്തുതന്നെയാണ്? ആ മൊത്തം ടൈഗേഴ്സിനും വന്നിട്ട്. സോ ഓൾ എന്നുള്ളതും നോ എന്നുള്ളതും നമ്മൾ യൂണിവേഴ്സൽ ആയിട്ട് പറയും. അപ്പോൾ സമ്മും സം നോട്ടും എന്താവും? സം എന്ന് പറയുമ്പോഴും എല്ലാത്തിനും നമ്മൾ ഉൾക്കൊള്ളിക്കുന്നില്ല. സം നോട്ട് എന്ന് പറയുമ്പോഴും എല്ലാത്തിനും ഉൾക്കൊള്ളിക്കുന്നില്ല. സോ യൂണിവേഴ്സൽ അല്ല. അപ്പം എന്താവും? പർട്ടിക്കുലർ. യൂണിവേഴ്സൽ കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് വരുന്നതാണ് പർട്ടിക്കുലർ എന്നുള്ളത്. അതായത് ഓൾ ആണെങ്കിലും നോ ആണെങ്കിലും നമ്മൾ എല്ലാവരും ഉൾപ്പെടുത്തുന്നുണ്ട്. സം ആണെങ്കിലും സം നോട്ട് ആണെങ്കിലും നമ്മൾ എല്ലാവരും ഉൾപ്പെടുത്തുന്നില്ല. സോ പർട്ടിക്കുലർ ആയി. ഇനി അടുത്ത വരുന്നത് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആണ്. പോസിറ്റീവ് നമ്മൾ അഫർമേറ്റീവ് എന്നും പറയാറുണ്ട് കേട്ടോ. ഇതിൽ ഓൾ എന്നുള്ളതും സം എന്നുള്ളതും നമുക്ക് പോസിറ്റീവ് അഥവാ അഫർമേറ്റീവ് എന്ന് പറയും. പോസിറ്റീവ് എന്നും പറയാറുണ്ട്, അഫർമേറ്റീവ് എന്നും പറയാറുണ്ട്. എന്തുകൊണ്ടാണ് പോസിറ്റീവ് എന്ന് പറയാൻ കാരണം? ഓൾ സ്റ്റുഡൻസ് പാസ്ഡ് എക്സാം.
എല്ലാ കുട്ടികളും എന്ത് ചെയ്തു? എക്സാം പാസ്സായി. പറയുമ്പോൾ പോസിറ്റീവ് അല്ലേ? സം സ്റ്റുഡൻസ് പാസ് ദ എക്സാമിനേഷൻ. കുറച്ച് കുട്ടികൾ എക്സാം പാസ്സായി. സോ രണ്ടിലും ഒരു പോസിറ്റീവ് ടച്ച് ഉണ്ട്. നേരെ മറിച്ച് ഇവിടെ നോ സ്റ്റുഡൻസ് പാസ് ദ എക്സാം. ഒരാളും എക്സാം പാസ്സായില്ല. സം സ്റ്റുഡൻസ് സം നോട്ട് ആണല്ലോ. സോ സം സ്റ്റുഡൻസ് നോട്ട് പാസ് ദ എക്സാം. കുറച്ച് കുട്ടികൾ എന്ത് ചെയ്തില്ല? സം സ്റ്റുഡൻസ് ഡിഡ് നോട്ട് പാസ് ദ എക്സാം. എക്സാം എന്ത് ചെയ്തില്ല? പാസ്സായില്ല. അപ്പം നെഗറ്റീവാണ്. നോയും സം നോട്ടും നമ്മൾ എന്തായിട്ടും പറയും? നെഗറ്റീവായിട്ടും പറയും. ക്ലിയർ അല്ലേ? ഓള് നോ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആണ്. സമ്മ് സം നോട്ട് എന്ന് പറയുന്നത് പർട്ടിക്കുലർ ആണ്. ഓള് സം എന്ന് പറയുന്നത് അഫർമേറ്റീവ് ആണ്. നോ സം നോട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ജസ്റ്റ് ഇവിടെ താഴെ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതി തരാം അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാവും. ഓൾ എന്ന് പറയുന്നത് അപ്പം എന്താണ്? യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണ്. യൂണിവേഴ്സൽ അഫർമേറ്റീവ്. നോ എന്ന് പറയുന്നതോ യൂണിവേഴ്സൽ നെഗറ്റീവ് ആണ്. സം എന്ന് പറയുന്നത് പർട്ടിക്കുലർ അഫർമേറ്റീവും ആൻഡ് സം നോട്ട് എന്ന് പറയുന്നത് പർട്ടിക്കുലർ നെഗറ്റീവ് ആണ് വരിക. ക്ലിയർ അല്ലേ? ഞാൻ പറയുകയാണ്, പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക? വ്യക്തമായി ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കുക കേട്ടോ. കാരണം ക്വസ്റ്റ്യൻസ് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. സോ നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ കൺസെപ്റ്റ് പക്ക ക്ലിയർ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ പ്രപ്പോസിഷൻ അഥവാ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എന്ത് ചെയ്തു? ഗ്രൂപ്പ് ആക്കി ഡിവൈഡ് ചെയ്തു. ഓള്, നോ, സമ്മ്, സം നോട്ട്. ആൻഡ് ഈ ഓൾ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണ്. നോ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ നെഗറ്റീവ് ആണ്. സം എന്ന് പറയുന്നത് പെർട്ടിക്കുലർ അഫർമേറ്റീവ് ആണ്. സം നോട്ട് എന്ന് പറയുന്നത് പെർട്ടിക്കുലർ നെഗറ്റീവ് ആണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കും. നമുക്ക് എന്ത് ചെയ്യാം? 2 ക്വസ്റ്റ്യൻസ് ഒന്ന് ട്രൈ നോക്കാം. നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലേ എന്നറിയാം. സം സ്റ്റുഡൻസ് ആർ ഹോണസ്റ്റ്. സം ഏതിന് എക്സാമ്പിളാണ് ചോദിച്ചത്? സം സ്റ്റുഡൻസ് ആർ ഹോണസ്റ്റ് എന്നുള്ളത് ഏത് പ്രപ്പോസിഷൻ എക്സാമ്പിളാ? സം ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഇവിടെ സം ഉണ്ട്, നോട്ടൊന്നുമില്ല. സോ എന്താണ്? സം ആണ്. സം എന്ന് പറയുന്നത് ഏതാ? പർട്ടിക്കുലർ ആണ്, പോസിറ്റീവ് ആണ്. സോ പെർട്ടിക്കുലർ പോസിറ്റീവ് ഉണ്ട്, പെർട്ടിക്കുലർ അഫർമേറ്റീവ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അഫർമേറ്റീവ് എന്നും പോസിറ്റീവ് എന്നും രണ്ടും തരാറുണ്ട്. രണ്ടും സെയിം അർത്ഥം തന്നെ കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ ആൻസർ വരിക? പർട്ടിക്കുലർ അഫർമേറ്റീവ്. ഇനി ഇവിടെ ഇപ്പോൾ സം സ്റ്റുഡൻസ് ആർ നോട്ട് ഹോണസ്റ്റ് എന്ന ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിലോ അപ്പോൾ എന്തായി? സം നോട്ടായി. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചോളാം. സ്കിപ്പ് ചെയ്യേണ്ട, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഓൾ ടൈഗേഴ്സ് ആർ എനിമൽസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് പ്രപ്പോസിഷൻസ്? എല്ലാ ടൈഗേഴ്സും എനിമൽസ് ആണ്. ഇവിടെ എന്താ? ഓള് വന്നിട്ടുണ്ട്, വേറെ ഒന്നും വന്നിട്ടില്ല. സമ്മ്, സം നോട്ട് വരിക. സോ എന്താണ്? ഓൾ ആണ് വരിക. ഓൾ എന്ന് പറഞ്ഞാൽ എന്താ? യൂണിവേഴ്സൽ അഫർമേറ്റീവ് അല്ലേ? പോസിറ്റീവ് ആണല്ലോ. ക്ലിയർ അല്ലേ? ഇനിയിപ്പോൾ ഇവിടെ ആൾ ടൈഗേഴ്സ് ആർ നോട്ട് വന്നാൽ എന്തായി? യൂണിവേഴ്സൽ നെഗറ്റീവ്. ഇവിടെ സം ടൈഗേഴ്സ് ആർ എനിമൽസ് എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ അഫർമേറ്റീവ്. സം ടൈഗേഴ്സ് ആർ നോട്ട് എനിമൽസ് എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ നെഗറ്റീവ്. സിമ്പിളാണ്. നിങ്ങൾ ആ കൺസെപ്റ്റ് ക്ലിയറായി മനസ്സിലാക്കുക. പക്ക സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇത്രയും പറഞ്ഞ പോർഷൻ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കും. ആൻഡ് ഒരു കാര്യം പറയാൻ മറന്നു. നമുക്ക് നമ്മുടെ ഒരു വെബ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ നമ്മൾ കുറേ ഫ്രീ ആയിട്ടുള്ള കണ്ടന്റുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന PDF ഉണ്ട്. PDF എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമ്മൾ എന്താ ചെയ്തിട്ടുണ്ട്? ഗ്രാഫിക്സ്, അതായത് നിങ്ങളുടെ മൈൻഡ് മാപ്പ്, മറ്റ് ഷോർട്ട് കട്ട് മെത്തേഡ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള PDFകൾ അതിൽ അവൈലബിൾ ആണ്. അതേപോലെ നിങ്ങൾക്ക് കുറേ ഫ്രീ ആയിട്ടുള്ള വീഡിയോസും അവൈലബിൾ ആണ് കേട്ടോ. സോ നെറ്റിന് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് അൺഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയുന്നത്. ഡിസ്ട്രിബ്യൂട്ടഡ്, അൺഡിസ്ട്രിബ്യൂട്ടഡ് ക്വസ്റ്റ്യൻസ് വരുന്നൊരു ഏരിയ ആണ് കേട്ടോ. സോ എന്താണ് ഡിസ്ട്രിബ്യൂട്ടഡ് എന്നുള്ളതും എന്താണ് അൺഡിസ്ട്രിബ്യൂട്ടഡ് എന്നുള്ളതും പറയും. ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ എല്ലാതും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നർത്ഥം കേട്ടോ. അതായത് ഓൾ എന്ന് പറയും. ആൻഡ് അൺഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഓൺലി എ ഫ്യൂ, ഓൺലി അഥവാ പർട്ടിക്കുലർ എന്നും പറയാം. ഓക്കെ. ഓൾ അല്ലെങ്കിൽ യൂണിവേഴ്സൽ രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. സോ ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അൺഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തല്ല, അത്ര നമ്മൾ എല്ലാതും ഒന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കുറച്ച് പോർഷൻസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്.
നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഓരോ എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഓൾ എന്നുള്ള കേസിൽ എക്സാമ്പിൾ എടുക്കാം നമുക്ക്. ഓൾ സ്റ്റുഡൻസ് എയ്റ്റ് ഫുഡ്. എല്ലാ കുട്ടികളും ഭക്ഷണം കഴിച്ചു. ഇതിൽ നിങ്ങൾക്ക് ചോദ്യം വരെ എങ്ങനെ അറിയുമോ? ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് വരും, ഓൾ സ്റ്റുഡൻസ് എയ്റ്റ് ഫുഡ്, എല്ലാ കുട്ടികളും ഭക്ഷണം കഴിച്ചു. ഇതിൽ സബ്ജക്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ അല്ലേ ചോദിക്കും. ഇതിൽ സബ്ജക്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ അല്ലേ എന്നാണ് ചോദ്യം വരിക. ഇതിലേതാ സബ്ജക്റ്റ് ആദ്യം? നമുക്കറിയാം ഒരു സ്റ്റേറ്റ്മെന്റിൽ എന്തിനെ പറ്റിയാണോ പറയുന്നത് അതാണ് അവിടുത്തെ സബ്ജക്റ്റ്. ഇവിടെ എന്തിനെ പറ്റിയാ പറയുന്നത്? സ്റ്റുഡൻസിനെ പറ്റിയാ പറയുന്നത്. സോ സ്റ്റുഡൻസ് ആണ് എന്ത് ഇവിടുത്തെ സബ്ജക്റ്റ് അല്ലേ. സോ ഈ സബ്ജക്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ അല്ലേ എന്നാണ് ചോദ്യം. ഇവിടെ ഓൾ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ എന്തായി? എല്ലാ സ്റ്റുഡൻസും. എല്ലാ സ്റ്റുഡൻസും എന്ന് പറയുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലേ, യൂണിവേഴ്സൽ അല്ലേ. ഓൾ സ്റ്റുഡൻസ്, എല്ലാ സ്റ്റുഡൻസും. അപ്പൊ എന്താണ്? യൂണിവേഴ്സൽ ആണ്. യൂണിവേഴ്സൽ ആണെങ്കിൽ എന്താ? ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. സോ സബ്ജക്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഇനി ഇവിടുത്തെ പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റിന്റെ ഒപ്പം കിടക്കുന്ന ടേം, അതായത് സബ്ജക്റ്റിന്റെ ഒരു ഫീച്ചറോ എന്തെങ്കിലും പറയുന്ന കാര്യം. ഇവിടെ അതെന്താ? ഫുഡാണ് അല്ലേ. കാരണം സ്റ്റുഡൻസ് കഴിച്ചാൽ പിന്നെ ഇവിടെ ഫുഡേ ഉള്ളൂ. സോ എല്ലാ സ്റ്റുഡൻസും ഫുഡ് കഴിച്ചു എന്നുള്ളതിൽ ഫുഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണോ? ഇവിടുത്തെ പ്രെഡിക്കേറ്റ് കേട്ടോ. പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് ഫുഡാണ്. ഇത് ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണോ എന്നുള്ളത് മെജോറിറ്റി ആൾക്കാർ തെറ്റിക്കുന്ന ഒരു ഏരിയ ആണ് ഇവിടെ കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇവിടെ ശ്രദ്ധിക്കുക. ഓൾ സ്റ്റുഡൻസ് എയ്റ്റ് ഫുഡ്, എല്ലാ കുട്ടികളും ഭക്ഷണം കഴിച്ചു, അത്രല്ലേ പറയുന്നുള്ളൂ. ഓൾ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, എല്ലാ കുട്ടികളും വന്നു. സോ അതെന്താണ്? ഡിസ്ട്രിബ്യൂട്ടഡ്, യൂണിവേഴ്സൽ ആണ്. പക്ഷേ ഭക്ഷണത്തിന്റെ കേസിൽ എല്ലാ ഭക്ഷണം കഴിച്ചു എന്ന് പറയുന്നുണ്ടോ? എല്ലാ സ്റ്റുഡൻസും ഭക്ഷണം കഴിച്ചു. ലോകത്തിലെ എല്ലാ ഭക്ഷണവും അവർ കഴിച്ചിട്ടുണ്ടോ? ഇല്ല, പറയുന്നില്ല. ഓൾ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞപ്പോൾ ഓൾ ഫുഡ്സ് എന്ന് പറയണം, വേണ്ടേ? ഓൾ സ്റ്റുഡൻസ് എയ്റ്റ് ഓൾ ഫുഡ്സ്, എല്ലാ കുട്ടികളും എല്ലാ ഭക്ഷണവും കഴിച്ചു. അപ്പം മാത്രമേ നമുക്കതിനെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ഇവിടെ ഫുഡ് കഴിച്ചു എന്നേ പറയുന്നുള്ളൂ, എല്ലാ ഫുഡും കഴിച്ചു എന്ന് പറയുന്നില്ല. ശ്രദ്ധിച്ചോള, ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുത്തൊരു മിസ്റ്റേക്ക് ആണ് ഇവിടെ. എല്ലാവരും ഇത് എന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്ന് പറയും. ബട്ട് ആക്ച്വലി ഇത് എന്തല്ല? ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല, ഇത് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. കാരണം ഓൾ സ്റ്റുഡൻസ് എയ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളും ഭക്ഷണം കഴിച്ചു എന്ന് അർത്ഥമുള്ളൂ, എല്ലാ ഭക്ഷണവും കഴിച്ചു എന്ന് അർത്ഥമല്ല. സോ ഇവിടെ ഫുഡ് എന്താണ്? അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ, മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി റിവൈൻഡ് അടിച്ച് കാണാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ. ഇനി ഓളിൻ്റെ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് നോ എന്നുള്ള എക്സാമ്പിൾ നോക്കാം. ഇതേ സാധനം തന്നെ ഇടാം അല്ലേ. സോ നോ സ്റ്റുഡൻസ് എയ്റ്റ് ഫുഡ്, ഒരു കുട്ടിയും ഭക്ഷണം കഴിച്ചിട്ടില്ല. ഒരു കുട്ടിയും ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇതിലെ സബ്ജക്റ്റ് എന്താ? പ്രെഡിക്കേറ്റ് എന്താ? സബ്ജക്റ്റ് സ്റ്റുഡൻസും ദെൻ പ്രെഡിക്കേറ്റ് നമ്മൾ പറയാം ഫുഡുമാണ്. ഇതിൽ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണോ? നോക്കാം. നോ സ്റ്റുഡൻസ്, ഒരു കുട്ടിയും, എല്ലാ കുട്ടികളും ഉൾപ്പെട്ടില്ല. ഇപ്പോൾ ഒരു കുട്ടിയും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയും കഴിച്ചിട്ടില്ല, എല്ലാ കുട്ടികളും അതിൽ വന്നു. സോ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് അല്ലേ, നമുക്കറിയാം ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഇനി നിങ്ങളിവിടെ നേരെ എന്ത് ചെയ്യും? ഓൾ ഫുഡ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ ഫുഡ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ് എന്ന് പറയും അല്ലേ. കാരണം എല്ലാ ഫുഡൊന്നും പറഞ്ഞിട്ടില്ല, അപ്പം പിന്നെ അത് അൺഡിസ്ട്രിബ്യൂട്ടഡ് അല്ലേ നിങ്ങൾ വിചാരിക്കും. തെറ്റിപ്പോയി. എന്താ പറഞ്ഞത്? നോ സ്റ്റുഡൻസ് എയ്റ്റ് ഫുഡ്, ഒരു കുട്ടിയും ഭക്ഷണം കഴിച്ചിട്ടില്ല. ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒന്നും കഴിച്ചിട്ടില്ല എന്നല്ല അർത്ഥം. ഒരു കുട്ടിയും ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണം അവർ കഴിച്ചിട്ടില്ലല്ലോ. പറഞ്ഞ ലോജിക്ക് നിങ്ങൾ മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കണം. നോ സ്റ്റുഡൻസ് എയ്റ്റ് ഫുഡ്, ഒരു കുട്ടിയും ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പൊ ഒരു ഭക്ഷണം അവർ കഴിച്ചിട്ടില്ല. ക്ലിയർ അല്ലേ? സോ ഇവിടെ രണ്ടും എന്താണ്? ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. രണ്ടും ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, മറന്നില്ല, ഇതിൽ കാണുന്നില്ല. ഓക്കെ, സോ ഈ സമ്മും സം നോട്ടും ഉണ്ട്. സമ്മ് സം നോട്ട്, ഈ രണ്ടെണ്ണം സമ്മിനും സം നോട്ടിനും സെയിം എക്സാമ്പിൾ വെച്ചിട്ടുള്ള ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റിൽ അറിയിക്കുക. കാരണം നിങ്ങൾക്കിത് മനസ്സിലാവുണ്ടോ എനിക്കറിയണ്ടേ. അപ്പൊ ഈ വീഡിയോ കണ്ടവർ എന്ത് ചെയ്യുക? ഇതിന്റെ ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഞാൻ കൂടെ എഴുതി തരാം. സം അല്ലേ, സോ സം സ്റ്റുഡൻസ് എയ്റ്റ് ഫുഡ്, സം സ്റ്റുഡൻസ് ഡസ് നോട്ട്, അല്ലെങ്കിൽ നോട്ട് കൊടുത്താലും മതി, ഡസ് നോട്ട് എയ്റ്റ് ഫുഡ്.
കുറച്ച് ആൾക്കാർ ഭക്ഷണം കഴിച്ചു, കുറച്ച് ആൾക്കാർ ഭക്ഷണം കഴിച്ചില്ല. ഇവിടെയൊക്കെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണോ എന്നുള്ളത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ അല്ലെന്ന് എനിക്കറിയാൻ പറ്റും. അതേപോലെ നമ്മൾ കുറച്ച് ലൈവ് ക്ലാസ്സുകൾ വേണോ വേണ്ടേ എന്നുള്ളൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ, ലൈവ് ക്ലാസ്സുകളോട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് അറിയിക്കുക കേട്ടോ. ലൈവ് എടുക്കണം നമുക്കുണ്ട്, കാരണം ആരെങ്കിലും കാണാണ്ടാവും എന്ന് അറിയാത്തതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ തുടങ്ങാത്തത് കേട്ടോ. സോ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. നമ്മളത് കൂടി ആ ഒരു കൺഫർമേഷൻ കേട്ടില്ല നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇന്ന് നമ്മൾ ജസ്റ്റ് കുറച്ച് ബേസിക്സ് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും ഡീപ്പായിട്ട് പോകാനുണ്ട്. കാരണം ഒരു പക്കാ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇന്ന് ജസ്റ്റ് ബേസിക്സ് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. വല്ലാണ്ട് ലെങ്തി വീഡിയോസ് ആകുമ്പോൾ നിങ്ങൾക്ക് കാണാനൊരു രസം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഷോർട്ടായിട്ട് തരുന്നത് കേട്ടോ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കണ്ട കാര്യങ്ങളൊന്ന് മനസ്സിലായോ ഇല്ലേ എന്ന് ഉറപ്പ് വരുത്തുക. കാരണം മനസ്സിലാവാത്ത പോർഷൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അതേപോലെ ലൈവ് ക്ലാസ്സിൻ്റെ കാര്യങ്ങളും കൂടി നിങ്ങളൊന്ന് കമൻറ്റിൽ അറിയിക്കുക. സോ എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ അല്ലേ?